ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് മലയാളം പഠിച്ചാലോ? യൂണിറ്റ് 4 ഒരുമയുടെ ആഘോഷം. കുഞ്ഞുങ്ങളെ, ഒരുമയുടെ ആഘോഷം എന്ന ഈ പാഠത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിൽ പൂക്കളമിടുകയും ഘോഷയാത്ര നടത്തുകയും ചെയ്തു. വേറെ എന്തൊക്കെയാണ് ഓണത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടത്തുന്നത്? ഓണക്കളികൾ, ഓണസദ്യ എന്നിവയാണല്ലേ. പേജ് നമ്പർ 78 എടുത്തോളൂ. സ്കൂളിലെ ഓണാഘോഷം. കുട്ടികളെല്ലാം മുറ്റത്തേക്ക് വന്നോളൂ. ഓണക്കളികൾ തുടങ്ങുകയായി. ഓമന ടീച്ചർ ഓർമ്മിപ്പിച്ചു. കസേരകളി, തലപ്പന്ത് കളി, കിളിത്തട്ട്, ഊഞ്ഞാലാട്ടം, എല്ലാവരും ഒപ്പം കൂടി പല കളികൾ കളിച്ചു. നേരം ഉച്ചയായി. നല്ല മണം, പപ്പടം കാച്ചുന്ന മണം. എല്ലാവരും കൈ കഴുകി സദ്യയുണ്ണാനിരുന്നു. ഇലയിട്ടു. ചോറും കറികളും വിളമ്പി. പായസത്തിന് നല്ല മധുരം, ഊർമിള പറഞ്ഞു. ഈ കവിതയൊന്ന് പാടി നോക്കിയാലോ? ഓണക്കറികൾ പലതുണ്ടേ, പയ്യെ പയ്യെ വിളമ്പാം ഞാൻ. പരിപ്പു, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, സാമ്പാറ്, ഓലൻ, കാളൻ, പുളിയിഞ്ചി, രസവും മോരും അച്ചാറും, അടയും പഴവും പായസവും, ഓണസദ്യ കെങ്കേമം. എഴുതു. പേജ് നമ്പർ 80. ഓണത്തിന് എന്തൊക്കെ വിഭവങ്ങൾ? എന്തൊക്കെ വിഭവങ്ങളാണ് നാം പാടിയ പാട്ടിലുള്ളത്? എന്തൊക്കെയാണ്? എല്ലാവരും പറഞ്ഞു നോക്കിക്കേ. പരിപ്പ്, പപ്പടം, ഉപ്പേരി, പച്ചടി, കിച്ചടി, സാമ്പാർ, ഓലൻ, കാളൻ, പുളിയിഞ്ചി, രസം, മോര്, പായസം. പരിപ്പ്, പായസം എന്നീ വാക്കുകൾ അവിടെ തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എഴുതി പൂർത്തിയാക്കുമല്ലോ. അടുത്തത് നോക്കിക്കേ. കളങ്ങളിൽ ഏതൊക്കെ വാക്കുകളാണ് തന്നിട്ടുള്ളത്? ഒന്നാമത്തെ കളത്തിൽ ഉമ, ഊർമിള, ഉനൈസ്, ഉണ്ണി. രണ്ടാമത്തെ കോളത്തിലോ ഓണപ്പാട്ട്, ഓണക്കോടി, ഓണപ്പൂക്കളം, ഓണസദ്യ. മൂന്നാമത്തെ കോളത്തിലോ ഉടുത്തു, ഇട്ടു, ഉണ്ടു, പാടി. ഇതെങ്ങനെ നമുക്ക് വാക്യങ്ങളാക്കാം? 3 കോളത്തിനകത്ത് നിന്നും ഓരോ വാക്കുകളെടുത്ത് വാക്യങ്ങളാക്കി മാറ്റുക. ഉനൈസ് ഓണസദ്യ ഉണ്ടു. ഒന്നാമത്തേത് അവിടെ തന്നിട്ടുണ്ടല്ലേ. അടുത്തെന്ത് പറയാം? ഉമ ഓണപ്പൂക്കളം ഇട്ടു. ഉണ്ണി ഓണക്കോടി ഉടുത്തു. ഊർമിള ഓണപ്പാട്ടു പാടി. ഈ വാക്യങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുമല്ലോ. ഊ, ഓ എന്നീ 2 അക്ഷരങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ പാഠഭാഗത്ത് നിന്നും കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുതേ.